കുട്ടികളെ കഴിഞ്ഞ ദിവസം നമ്മൾ എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന ഐഡൻറ്റിറ്റിയാണ് അവസാനമായിട്ട് പഠിച്ചത്. ഈ ഐഡൻറ്റിറ്റി എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. അതായത് രണ്ട് നമ്പേഴ്സ് എക്സ് വൈ രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മ്, അതേ രണ്ട് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ്, അതിൻ്റെ പ്രൊഡക്റ്റ്. രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മിൻ്റെയും ഡിഫറൻസിൻ്റെയും പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആ രണ്ട് നമ്പേഴ്സിൻ്റെ സ്ക്വയറിൻ്റെ ഡിഫറൻസിനോട് ഈക്വലാണ്. ഈ ഒരു കാര്യമാണ് ദ പ്രൊഡക്റ്റ് ഓഫ് സം ആൻഡ് ഡിഫറൻസ് ഓഫ് ടു പോസിറ്റീവ് നമ്പേഴ്സ് ഈസ് ദി ഡിഫറൻസ് ഓഫ് ദെയർ സ്ക്വയേഴ്സ്. ഇത് ഉപയോഗിച്ച് നമുക്ക് ഒന്ന് രണ്ട് പ്രോബ്ലങ്ങൾ ചെയ്യാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് 83 ഈ ക്വസ്റ്റ്യൻസ് കമ്പ്യൂട്ട് ദി ഫോളോവിങ് ഇൻ ഹെഡ് മൈൻഡിൽ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. 68 സ്ക്വയർ മൈനസ് 32 സ്ക്വയർ മനക്കണക്കായിട്ട് നിങ്ങൾക്ക് പറയാമോ? രണ്ട് നമ്പർ 68ഉം 32ഉം അതിൻ്റെ സ്ക്വയറിൻ്റെ ഡിഫറൻസ് കാണുന്നതിന് വേണ്ടി എന്ത് ചെയ്താൽ മതി? ആ രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മിൻ്റെയും ഡിഫറൻസിൻ്റെയും പ്രോഡക്റ്റ് കണ്ടാൽ മതി. ഈ രണ്ട് നമ്പേഴ്സിൻ്റെ സം എത്രയാണ്? 68ഉം 32ഉം കൂടെ ആഡ് ചെയ്താൽ എത്രയാണ്? 68 പ്ലസ് 2 70 100 അല്ലേ? രണ്ടിൻ്റെയും കൂടെ സമ്മ് 100 ആണ്. രണ്ടിൻ്റെയും കൂടെ ഡിഫറൻസ് എത്രയാണ്? ഡിഫറൻസ് 36 എന്ന് കിട്ടും. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ പ്രൊഡക്റ്റാണ്. 100ൻ്റെയും 36ൻ്റെയും കൂടെ പ്രൊഡക്റ്റ് ആയിരിക്കും ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ മുതലുള്ളത് ഒന്നുകൂടെ ഒന്ന് ചെയ്ത് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. 3 and 1/2 the whole square minus 2 and 1/2 the whole square. രണ്ട് നമ്പർ 3 and 1/2 2 and 1/2 അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സ്ക്വയറിൻ്റെ ഡിഫറൻസ്. അത് നമ്മളിവിടെ പഠിച്ച ഈ ഐഡൻറ്റിറ്റി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്നുള്ള ഈ ഐഡൻറ്റിറ്റി ഉപയോഗിക്കാം. രണ്ട് നമ്പേഴ്സിൻ്റെ സ്ക്വയറിൻ്റെ ഡിഫറൻസ് കാണാൻ ആ രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മ് കാണുക, അതിൻ്റെ ഡിഫറൻസ് കാണുക, അതിൻ്റെ രണ്ടിനെയും കൂടെ പ്രൊഡക്റ്റ് കാണുക. അപ്പോൾ ഇവിടെ 3/2യും 2/2യും കൂടെ സമ്മ്, 3/2യും 2/2യും കൂടെ ആഡ് ചെയ്താൽ എത്രയാണ്? 6. ഇതിൻ്റെ രണ്ടിനെയും കൂടെ ഡിഫറൻസ് 1. അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 6. ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ. 3 and 1/2 സ്ക്വയറും 2 and 1/2 സ്ക്വയറും കൂടെ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 6 ആയിരിക്കും. നമുക്ക് അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ 3.6 സ്ക്വയർ മൈനസ് 1.4 സ്ക്വയർ. ഇവിടെയും രണ്ട് നമ്പർ 3.6ഉം 1.4ഉം അതിൻ്റെ രണ്ടിൻ്റെ സ്ക്വയറിൻ്റെ ഡിഫറൻസ് കാണും. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്താൽ മതി? ആ രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മ് കാണുക, ഡിഫറൻസ് കാണുക, എന്നിട്ട് രണ്ടിൻ്റെയും കൂടെ പ്രൊഡക്റ്റ് കാണുക. സമ്മ് കണ്ടാൽ എത്ര കിട്ടും? 5 എന്ന് കിട്ടും. പ്രൊഡക്റ്റ് കണ്ടാലോ 2.2 എന്ന് കിട്ടും. അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഡിഫറൻസ് കണ്ടാൽ 2.2 എന്ന് കിട്ടും. അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 11.0 ദാറ്റ് ഈസ് 11 എന്ന് കിട്ടും. നമുക്ക് ആ തേർഡ് ക്വസ്റ്റ്യൻ 2 and 1/3 ഇൻറ്റു 1 and 2/3. ഇതിനെ നമുക്ക് 2 and 1/3 എന്നുള്ളതിനെ രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മായിട്ട് എഴുതാം. 2ൻ്റെയും 1/3യുടെയും കൂടെ സമ്മായിട്ട് എഴുതാം. 1 and 2/3 എന്നുള്ളത് 2/3. അത് 2ൽ നിന്ന് 1/3 സബ്ട്രാക്ട് ചെയ്യുന്നതിനോട് ഈക്വലാണ്. 2ൽ നിന്ന് 1/3 സബ്ട്രാക്ട് ചെയ്യും. നമുക്ക് ഇവിടെ രണ്ട് നമ്പേഴ്സ് 2 1/3 2 1/3 ഇതതിൻ്റെ സമ്മ്, ഇതതിൻ്റെ ഡിഫറൻസ്, എന്നിട്ട് അതിൻ്റെ പ്രോഡക്റ്റ്. അപ്പോൾ ഈ ഐഡൻറ്റിറ്റി പോലെയാണ് എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മ്, അതിൻ്റെ ഡിഫറൻസ്, അതിൻ്റെ പ്രൊഡക്റ്റ് കാണുന്നതിന് പോലെ എന്ത് ചെയ്താൽ മതി? ആദ്യത്തെ നമ്പറിൻ്റെ സ്ക്വയർ മൈനസ് രണ്ടാമത്തെ നമ്പറിൻ്റെ സ്ക്വയർ. ഇവിടെ ആദ്യത്തെ നമ്പർ 2 ആണ്, അതിൻ്റെ സ്ക്വയർ. രണ്ടാമത്തെ നമ്പർ 1/3 ആണ്, അതിൻ്റെ സ്ക്വയർ. എന്നിട്ട് രണ്ടിനോട് ഡിഫറൻസ് കാണുക. 2ൻ്റെ സ്ക്വയർ 4ഉം 1/3യുടെ സ്ക്വയർ 1/9. 4ൽ നിന്ന് 1/9 സബ്ട്രാക്ട് ചെയ്യുക. 4ൽ നിന്ന് 1/9 ഒരു നമ്പറിനെ 9 ഡിവൈഡ് ചെയ്താൽ 1 പാർട്ട് സബ്ട്രാക്ട് ചെയ്യുക. 1 പാർട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എത്ര പാർട്ട് കാണും? 8 പാർട്ട് കാണും. അപ്പം 3 and 8/9 എന്ന് കിട്ടും. 1/9 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഇതാണ്. ഒരു സാധനം അത് 9 ഈക്വൽ പാർട്ടാക്കി, ഒരു കേക്കാണെന്ന് വിചാരിക്കുക, അതിനെ 9 ഈക്വൽ പാർട്ടാക്കി ഒരേ വലുപ്പത്തിലുള്ള 9 കഷ്ണമാക്കി, എന്നിട്ട് അതിൽ നിന്ന് ഒരു കഷ്ണം, അതാണ് 1/9 എന്ന് പറഞ്ഞാൽ.
ആ ഒരു കഷ്ണം പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി എത്ര കഷ്ണമുണ്ട്? 8 കഷ്ണമുണ്ട്. അതാണ്. അപ്പം 4ൽ നിന്ന് 4 മുഴുവനായിട്ടുള്ള 4 കേക്ക് ഉണ്ടായിരുന്നു വിചാരിക്കുക. അതിൽ നിന്ന് ഒരു കേക്ക് എടുത്തിട്ട് അതിനെ 9ആയിട്ട് കട്ട് ചെയ്തു. അതിലൊരു പീസ് പോയി. ബാക്കി എത്ര പീസുണ്ട്? 8 പീസുകളുണ്ട്. അപ്പോൾ 3 കേക്കുണ്ട്, മുഴുവനായിട്ടുള്ള 3 എണ്ണം ഉണ്ട്. പിന്നെ പീസ് എത്ര ഉണ്ട്? 8 എണ്ണം ഉണ്ട്. എത്രയായിട്ട് മുറിച്ചാൽ? 9ആയിട്ട് മുറിച്ചാൽ. അപ്പോൾ 3 and 8/9 എന്ന് കിട്ടും. 4th ക്വസ്റ്റ്യൻ നോക്കിയേ. 10.7 into 9.3. അതിന് നമുക്ക് രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മ ഡിഫറൻസ് ആയിട്ട് എഴുതാം. 10.7 എന്ന് പറയുന്നതിന് 10 + 0.7 എന്നും 9.3 എന്നുള്ളതിന് 10 - 0.7 എന്നും എഴുതാം. അപ്പോൾ രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മ, അതേ രണ്ട് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ്, അതിൻ്റെ പ്രൊഡക്റ്റ് കാണുന്നതിന് പകരം ഫസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയർ മൈനസ് സെക്കൻഡ് നമ്പറിൻ്റെ സ്ക്വയർ. 10ൻ്റെ സ്ക്വയർ 100, 0.7ൻ്റെ സ്ക്വയർ 0.09. അപ്പോൾ 100ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ 99.51 എന്ന് കിട്ടും. ക്ലിയർ ആയോ? ഓക്കെ. എന്നാൽ ടെക്സ്റ്റ് ബുക്കിലെ ഈ പ്രോബ്ലം ഒക്കെയാണ് നമ്മൾ ചെയ്തത്. അതിൽ ഈ രണ്ട് പ്രോബ്ലം ചെയ്തിട്ടില്ല. അത് നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടുത്തെ എയും രണ്ടാമത്തെ എയും ചെയ്തിട്ടില്ല. ഇനി നോക്കാം, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ലുക്ക് അറ്റ് ദിസ് പാറ്റേൺ. 1 and 1/2 square minus 1/2 square is equal to 2. 2 and 1/2 square minus 1 and 1/2 square is equal to 4. 3 and 1/2 square minus 2 and 1/2 square is equal to 6. Explain the general principle using algebra. Algebra ഉപയോഗിച്ച് അതിൻ്റെ ജനറൽ പ്രിൻസിപ്പിൾ എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ. നോക്കുക, ഈ പാറ്റേണിൻ്റെ എന്താ പ്രത്യേകത? 1 and 1/2 മൈനസ് 1/2, അതായത് ഇതിനേക്കാൾ ഒരു നമ്പർ കുറവായിട്ടുള്ള നമ്പറാണിത്. 2 and 1/2, എന്നിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 1 and 1/2. 3 and 1/2ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 2 and 1/2 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ നമ്പറിനേക്കാളും 1 കുറവായിരിക്കും രണ്ടാമത്തെ നമ്പർ. അപ്പോൾ ആദ്യത്തെ നമ്പർ എക്സ് ആയിട്ട് നമുക്ക് എടുക്കാം. ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് എക്സ് ആണെങ്കിൽ സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് അതിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യുന്നതാണ്, x - 1 ആണ്. ഫസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയർ അല്ലേ, ഫസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയർ മൈനസ് സെക്കൻഡ് നമ്പറിൻ്റെ സ്ക്വയർ. ഫസ്റ്റ് നമ്പർ എക്സ്, അതിൻ്റെ സ്ക്വയർ മൈനസ് സെക്കൻഡ് നമ്പർ x - 1, അതിൻ്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു. നോക്കാം, ഇത് ഒരു നമ്പറിൻ്റെ സ്ക്വയർ മൈനസ് അല്ലെങ്കിൽ x² - y² എന്നുള്ള ഫോമാണ്. പിന്നെ നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യത്തെ നമ്പർ പ്ലസ് രണ്ടാമത്തെ നമ്പർ ഇൻറ്റു ആദ്യത്തെ നമ്പർ മൈനസ് രണ്ടാമത്തെ നമ്പർ. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ ഈ ബ്രാക്കറ്റിനുള്ളിലുള്ളതിനെ സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എക്സ് ആദ്യം എക്സ് 2x, പിന്നെ -1 2x - 1. രണ്ടാമത്തെ ബ്രാക്കറ്റ് സോൾവ് ചെയ്യുമ്പോഴോ x - x, എക്സിൽ നിന്ന് എക്സ് സബ്ട്രാക്ട് ചെയ്യുക, 0 ആയിപ്പോയി. പിന്നെ -1 സബ്ട്രാക്ട് ചെയ്യുക. -1 സബ്ട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ 1 ആഡ് ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അവിടെ ആൻസർ 1 എന്ന് കിട്ടും. അപ്പോൾ 2x - 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 2x - 1. അതായത് ആദ്യത്തെ നമ്പർ ഏതോ അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യുക. നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ആൻസർ അങ്ങനെയല്ലേ? ആദ്യത്തെ നമ്പർ 1.5, 1 and 1/2, അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഡബിൾ കാണുക, അപ്പോൾ 3 എന്ന് കിട്ടും. അതിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യുക, അപ്പോൾ 2. ഈ ആൻസർ കിട്ടും. ഇവിടെ ആദ്യത്തെ നമ്പർ 2.5, അതിൻ്റെ ഡബിൾ 5, അതിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യുക, അപ്പോൾ 4 എന്ന് കിട്ടും. ഇത് 3.5, അതിൻ്റെ ഡബിൾ കാണുക, അപ്പോൾ 7, അതിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യുക, 6 എന്ന് കിട്ടും. അപ്പോൾ ആദ്യത്തെ നമ്പർ ഏതോ അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് ഈ ആൻസർ കിട്ടുക. കാര്യം മനസ്സിലായോ? ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം. 6th question. Find out the larger product of each pair below without actual multiplication. മൾട്ടിപ്ലൈ ചെയ്യാതെ തന്നെ ഇതിലെ ലാർജർ പ്രൊഡക്റ്റ് ഏതാണ് എന്ന് കണ്ടുപിടിക്കണം. ഇവിടെ 3 ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഇത് 25 × 75, 26 × 74. 25ഉം 75ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണോ
26ഉം 74ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണോ വലുത്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്നാൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയിട്ടല്ല കണ്ടുപിടിക്കേണ്ടത്, അല്ലാതെ തന്നെ കണ്ടുപിടിക്കും. അതെങ്ങനെയാണ് നോക്കുക? 25 × 75 എന്നുള്ളതിനെ നമുക്ക് 25നെ 50 - 25 എന്ന് എഴുതാം, 75നെ 50 + 25 എന്ന് എഴുതാം. ഇത് നോക്കുക, രണ്ട് നമ്പേഴ്സ്, അതിൻ്റെ സമ്മ, അതിൻ്റെ ഡിഫറൻസ്, അതിൻ്റെ പ്രൊഡക്റ്റ്. അങ്ങനെ വരുമ്പം അത് ഏതിനോട് ഈക്വലാണ്? ഫസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയർ മൈനസ് സെക്കൻഡ് നമ്പറിൻ്റെ സ്ക്വയർ, x² - y² ഈക്വലാണ്. അതവിടെ നിൽക്കട്ടെ. ഇനി രണ്ടാമത്തെ എടുക്കുക, 26 × 74. അതിനെ നമുക്ക് 50 ആയിട്ട് കണക്ട് ചെയ്ത് പറയാം. 50ൽ നിന്ന് 24 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 26. 50യുടെ കൂടെ 24 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 74. ഇപ്പോൾ രണ്ട് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ്, രണ്ട് നമ്പേഴ്സിൻ്റെ അതേ രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മ, അതിൻ്റെ പ്രൊഡക്റ്റ് കാണുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയർ മൈനസ് സെക്കൻഡ് നമ്പറിൻ്റെ സ്ക്വയർ കണ്ടാൽ മതി. ഇത് നോക്കുക, ഇത് ഫസ്റ്റ് ഇവിടെ രണ്ട് പെയറുണ്ടായിരുന്നു, അതിൽ ഫസ്റ്റ് പെയറിൻ്റെ ആൻസർ ഇതാണ് 50² - 25². രണ്ടാമത്തെ ഇതാണ് 50² - 24². ഇതിലേതാണ് വലുതെന്നാണ് നമുക്കറിയേണ്ടത്. വലുത് ഏതെന്നറിയാൻ സബ്ട്രാക്ട് ചെയ്യുന്ന നമ്പർ, ഫസ്റ്റ് നമ്പർ സെയിം ആണ് രണ്ടിടത്തും. അതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുന്ന രണ്ടാമത്തെ നമ്പർ നോക്കുക, അത് ചെറുതാണെങ്കിൽ ആൻസർ എന്തായിരിക്കും? വലുതായിരിക്കും. ഉദാഹരണം കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയാം. 10 - 2, 10 - 5 ഏതായിരിക്കും വലുത്? 10 - 2 ആണോ 10 - 5 ആണോ വലുത്? 10 - 2 അല്ലേ വലുത്? അതെ. അപ്പോൾ 10 ഫസ്റ്റ് നമ്പർ സെയിം ആണ്, പിന്നെ സബ്ട്രാക്ട് ചെയ്യുന്ന രണ്ടാമത്തെ നമ്പർ ചെറുതാണെങ്കിൽ അതായിരിക്കും ആൻസർ വലുതാവുന്നത്. അപ്പോൾ ഇവിടെ സബ്ട്രാക്ട് ചെയ്യുന്ന രണ്ടാമത്തെ നമ്പർ 25², ഇത് 24². 24² അല്ലേ ചെറുത്? അപ്പം ഇതിൻ്റെ ആൻസർ ആയിരിക്കില്ലേ വലുത്? 50² - 24² എന്ന് പറയുന്നതാണ് വലുത്. അതായത് 26 × 74 എന്ന് പറയുന്നതാണ് വലുത്. 25 × 75 എന്ന് പറയുന്നത് ചെറുതാണ്. അതിനുള്ള ഗ്രേറ്റർ ദാൻ എന്നുള്ള സിമ്പിളാണിത്. 25 × 75 ലെസ് ദാൻ 26 × 74. ഈ സിമ്പിളിലെ കൂർത്തിരിക്കുന്ന ഭാഗം ചെറുതിനെ സൂചിപ്പിക്കും, വിടർന്നിരിക്കുന്ന ഭാഗം വലിയ നമ്പറിനെ സൂചിപ്പിക്കും. അങ്ങനെ വേണം ഈ സിമ്പിൾ ഇടാനായിട്ട്. ഈ നമ്പറാണ് വലുത്, അതുകൊണ്ട് ഇത് ഇങ്ങനെ വിടർന്നിരിക്കുന്ന ഭാഗം നമ്പറിന് നേരെ വരുത്തക്കണം എഴുതുക. ഓക്കെ, ഒരെണ്ണം ചെയ്ത് നോക്കാം. ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം കേട്ടോ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. 10.6 × 9.4. ഇത് 10.6 × 9.4. അതിനെ നമുക്ക് 10ഉമായിട്ട് കണക്ട് ചെയ്ത് ഇങ്ങനെ എഴുതാം. 10 + 0.6, 9.4 എന്നുള്ളതിന് 10 - 0.6. അപ്പോൾ അതിൻ്റെ ആൻസർ ഫസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയർ മൈനസ് സെക്കൻഡ് നമ്പറിൻ്റെ സ്ക്വയർ. ഇനി രണ്ടാമത്തെ ചോദ്യം, രണ്ടാമത്തെ പെയർ എന്ന് പറയുന്നത് ഇതാണ്. 10.4 × 9.6. 10.4നെ 10 + 0.4 എന്നും 9.6നെ 10 - 0.4 എന്നും എഴുതാം. രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മ, അതേ രണ്ട് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ്, അതിൻ്റെ പ്രൊഡക്റ്റ് കാണുന്നതിനായിട്ട് ഫസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയർ മൈനസ് സെക്കൻഡ് നമ്പറിൻ്റെ സ്ക്വയർ. അത് ഫുള്ള് ചെയ്യണ്ട, ഇത്രയും വരെ ചെയ്താൽ മതി. ഇനി നോക്കുക, രണ്ടിടത്തും ഫസ്റ്റ് നമ്പർ സെയിം ആണ്. അപ്പം നോക്കുക ഏതാണ് വലുതെന്നറിയാൻ സെക്കൻഡ് നമ്പർ ചെറുത് ഏതാണെന്ന് നോക്കുക. ഇവിടെയാണ് സെക്കൻഡ് നമ്പർ ചെറുത് വരുന്നത് അല്ലേ? അപ്പോൾ ഈ നമ്പർ ആയിരിക്കും വലുത്. അതായത് ഈ 10.4 × 9.6 എന്ന് പറയുന്നതായിരിക്കും വലുത്. ആദ്യത്തേത് എന്തായിരിക്കും? ചെറുതായിരിക്കും. അപ്പോൾ 10.6 × 9.4 ലെസ് ദാൻ 10.4 × 9.6. ചെയ്തത് മനസ്സിലായോ? ഇത്രയും പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലാകാത്തവർ ചോദിക്കുക കേട്ടോ. ഒരു പ്രാവശ്യം കൂടെ കേട്ട് നോക്കുക. അതിന് ശേഷം സംശയം ഉണ്ടെങ്കിൽ വീണ്ടും സാറിനെ വിളിക്കുക. ഓക്കെ എന്നാ.